കാഫി എനിക്കില്ലേ? നിനക്കെതിരാ താഴെ പോയി കുടിച്ചൂടെ? അവൻ ദുബായിന്ന് വന്നതാ, അതുകൊണ്ട് അവന് കൊടുക്കുന്നത്. സീനു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വേഗം റെഡിയാവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിന് റെഡിയാവുന്നതിനാ, എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാലോ. ഓ, അത് പിന്നെ ദുബായിൽ എല്ലാരും ഒന്നിച്ച് കഴിച്ച് ശീലിച്ചു പോയില്ലേ? നോക്കമ്മേ, MD-ക്ക് PA ആയിട്ട് ദുബായിൽ എന്റെ അനിയൻ രാജാവിനെ പോലെ ജീവിക്കുന്നു. രാജാവായിട്ട് ജീവിക്കുന്നോ അതോ രാജ് ട്രാവൽസ് ജീവിക്കുന്നു? രാജ് ട്രാവൽസാ? രാജാവിന്റെ ലെവൽ എന്ന് പറഞ്ഞതാ. ദുബായിൽ രാജ് ട്രാവൽസ് ഉണ്ടോ? ദുബായിലില്ല, മുംബൈയിലുണ്ട്. മുംബൈ എന്ന് പറഞ്ഞാ അതെ, പണ്ട് ബോംബെ, ഇപ്പൊ മുംബൈ എന്ന് പറയും. വന്നേ, ഒരു അത്യാവശ്യ കാര്യ. അളിയൻ വന്നേ, നടക്ക്. അതെ, ഞാനത് എന്താടോ ഓവർ ആക്ട് ചെയ്യുന്നേ? കൈയ്യെടു. നീ അവിടെ ചെയ്ത വെച്ച് നോക്കുമ്പോ ഇവിടെ ഞാൻ ചെയ്ത വളരെ കുറവാ. നന്നായിട്ടുണ്ടോ? ഇനിയും വേണം. ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന പോലെ ചെയ്യണം. കൃഷ്ണമൂർത്തി, ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. ഹലോ, ആരാണ്? ആരോടാ സ്വരം മാറ്റി സംസാരിക്കുന്നേ? ദുബായിന്ന് ഷെയ്ക്കാ, ഞാനില്ലെന്ന് പറ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറയും. ഹലോ, അവിടെ ശ്രീനിവാസ് അരിയസ് ദുബായ് സീനു ഉണ്ടോ? നിങ്ങളാരാണ്? ദുബായ് സൈഡ് ആറ്റാവർഷ. നിങ്ങളുടെ സീനുവിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം. അവനില്ലാതെ ഇവിടുത്തെ എണ്ണക്കിണറൊക്കെ ഉണങ്ങിപ്പോയി. അവനെ വിശ്വസിച്ച് ബിസിനസ് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ ദുബായിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ദുബായിലേക്ക് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ മുഴുവൻ ബിസിനസ് മിനിറ്റ്. ദുബായ് സേട്ടാ, അവനെ അങ്ങോട്ട് അയക്കാമോ എന്ന് എന്നോട് ചോദിച്ചോണ്ടിരിക്കുക. റിക്വസ്റ്റ് ചെയ്യാ. സംസാരിച്ചോ. ഹലോ, കോനേരെ തോ? ഈ വീട്ടു യജമാനി പോലത്താ. നിങ്ങൾ സീനുവിനെ വേഗം പറഞ്ഞേക്കണം. ഇല്ലെങ്കിലോ ലോസായി പോവും. എത്ര ലാസ്? ലക്ഷങ്ങൾ. അവിടെ ലക്ഷമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. ദുബായ് സേട്ടാ, നമ്മുടെ അനിയനെ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കാൻ ചോദിച്ചാൽ അപേക്ഷിക്ക. നിങ്ങളൊന്ന് സംസാരിക്ക. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഹലോ, ദുബായ് സേട്ട് നിങ്ങൾക്ക് നമസ്കാരം പറയുന്നു. ഈ വോയിസ് എവിടെയോ ഫോണിൽ കേട്ട് കാണും. നിങ്ങളുടെ ഫാമിലിയെ ദുബായ് കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കൃഷ്ണമൂർത്തി എന്ന മോസ്റ്റ് ടാലന്റ് പേഴ്സൺ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. അയാളെ കൂടി ഇങ്ങോട്ട് പറഞ്ഞേച്ചാൽ സീനുവിനേക്കാൾ വലിയ ആളാക്കാം. അയാൾക്ക് കൂടി AC പ്രൊവൈഡ് ചെയ്യണം. ആവശ്യമുള്ള എല്ലാം കൊടുക്കണം. അയാൾ ഫ്യൂച്ചറിൽ ഗ്രേറ്റ് പേഴ്സൺ ആകേണ്ട വ്യക്തിയാ. അവനെ അങ്ങനെ വെയിലത്ത് നടത്തിക്കരുത്. മണിക്കൂറിൽ ഒരു തവണ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കണം. അരമണിക്കൂറിനുള്ളിൽ 2 പ്രാവശ്യം അവന് ചൂടും വെക്കണ്ടേ? ഇങ്ങനെ കള്ളം പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കാൻ നാണമില്ലടാ. അല്ലളിയ, നീ ഒന്നും പറയണ്ട. ഇവന്റെ കഥ വളരെ ദയനീയമാ. ഇവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ചേട്ടനെ അനുവദിച്ചാൽ ഞാൻ 3 വാക്കി പറയാം. ഇവൻ ദുബായിക്ക് പോണെന്ന് പറഞ്ഞ് മുംബൈക്ക് പോയി. അവിടെ വെച്ച് അവൻ ആരോ പറ്റിച്ചു. തിരികെ വന്ന് ഇവിടെ സെറ്റിലായി. ഇതാണ് സത്യം ചേട്ടാ. അപ്പൊ ഓയിൽ കിണർ PA ഒക്കെ കള്ളായിരുന്നല്ലേ? അല്ല ചേച്ചി, ഈ ഓയിൽ കിണർ. ചേച്ചേ, എനിക്ക് നിന്റെ മോൻ കാണണ്ട. വെറുതെ നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കണമെന്ന് കരുതി, അതുകൊണ്ടാ. അതുകൊണ്ട് കള്ളം പറഞ്ഞു അല്ലേ? ഓക്കെ, നിനക്ക് എവിടെയെങ്കിലും ജോലി ചെയ്യാൻ നോക്കാം. താങ്ക്സ് അളിയ. അതുവരെ അവൻ ഇവിടെ എന്ത് ചെയ്യും? അവൻ മുത്തശ്ശി പറയുന്ന അനുസരിക്കും. അനുസരിക്കോ? അനുസരിക്കാം. ഇന്ന് തൊട്ട് നിനക്ക് AC റൂം കട്ട്, ബെഡ് കോഫി കട്ട്. എന്താ, നിനക്ക് സമ്മതാണോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. നിനക്ക് ഒരു നേരം ഭക്ഷണം ഇല്ല. ഒന്ന് നിന്നേ. നീ ഇതിനു മുമ്പ് ഒന്ന് വേണ്ടാത്ത വഴക്കൊക്കെ ഉണ്ടാക്കി ആ പെണ്ണ് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരെ തിരക്കേടാ വന്നത്? ഇത് വളരെ മോശമാണ്. ഞാനിപ്പോ ഒന്ന് സാറിനെ തിരക്കി. എന്നെ തിരക്കിയ? പറയൂ. ഒരു കാര്യം പറയണം. നിക്കടോ, നിങ്ങൾ അകത്തേക്ക് കയറ്റി വിടില്ല. എന്നാ ഞാൻ മാത്രം പറ്റില്ല. എന്നാ രണ്ടുപേരും പോവാം. സാധ്യമല്ല, പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ സർ, ഇത് എനിക്ക് അറിയുന്ന ആളാ. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, അല്ലെങ്കിൽ തെണ്ടിയുടെ മുമ്പിലെ ചീപ്പായാലും. ഇവനെ പറഞ്ഞ എന്നെ രോഗിയാക്കല്ലേ. അതിരിക്കട്ടെ, അന്നെന്താ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ? ഓട്ടോയ്ക്ക് കാശില്ല. ശരി, നമുക്ക് റെസ്റ്റോറന്റിൽ പോയി സംസാരിക്കാം. സീനു പൈസ ഉണ്ടടാ. സീനു ബാബു, എന്റെ മുറച്ചെറുക്കനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഒരു ക്രൂരനാ. എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതിന് എന്റെ അച്ഛനെ മോളത്തെ പടിയിൽ നിന്നും തള്ളിയിട്ടു. ഞാൻ കാരണം നിങ്ങളും കൂടി അപകടത്തിൽപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ദയവേ തന്നെ വിട്ടേക്ക്. നീ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോയേനെ. പക്ഷെ നീ ആരെയും പേടിക്കരുത്, അത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. നിന്റെ പേടി ഞാൻ മാറ്റിത്തരാം. അവനെ കുറിച്ച് നീ ഇനി ചിന്തിക്കണ്ട. ആ ബ്ലഡി ഫോണിന്റെ കാര്യം നീ ഇനി ആലോചിക്കേ വേണ്ട. പക്ഷെ എന്റെ ആപ്ലിക്കേഷനെ കുറിച്ചൊന്നും ആലോചിക്കണം. നിങ്ങൾ ദുബായിക്ക് പോകാനുള്ള ആംബിഷനും കൂടി കളഞ്ഞുകൊണ്ട് ഇത് അപകടമാണെന്ന് പറഞ്ഞിട്ടും ഫേസ് ചെയ്യാൻ തയ്യാറാകുന്നു. എന്തിനാ ഇത്ര പിടിവാശി? പിടിവാശി ഒന്നുമല്ല, എന്റെ ഒരു ആശയാ. അതിന് ഇംഗ്ലീഷ് എന്ത് പറയും? ഹോപ്പ്. എല്ലാരും ഡിസ്കവറി ചാനലാണ് പോയേ. എല്ലായിടത്തും പോയേ. നിങ്ങൾ നോക്കി എല്ലാരും ചിരിക്കുക. എന്തുകൊണ്ട് ഈ പൊട്ടങ്ങളി? ഇന്ന് മധുവിന്റെ ജന്മദിനമാടാ. അതിനെന്നോ? എടാ, ഒന്നാമതെ മധുവിന്റെ കാര്യത്തിൽ കോമ്പറ്റീഷനാ. ഇത്രയും അടിപൊളിയായിട്ട് പോയില്ലെങ്കിൽ സാറിനോട് കോമ്പറ്റീഷനോ? ഓ, നമ്മുടെ സീനു അല്ലേ? അവൻ തന്നെ. അത് ശരി. സാറാപ്പെട്ടിന് വിശ്വസ് പറയണല്ലേ? അതൊന്ന് കാണിച്ചു തന്നെ. ഒരുപാട് നേരം ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഒരെണ്ണം ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഇതെല്ലാരും പറയും അതല്ല വെറൈറ്റി വേണം ബർത്ത്ഡേ പാർട്ടി അല്ലേ പാട്ട് പോലെ ഇരിക്കണം ഇപ്പൊ മധു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും എല്ലാവർക്കും ഷോക്ക് ആവും ഷോക്കാവും പിന്നെ ഞാൻ ലൈറ്റ് ഇടും അപ്പൊ സാർ ഷോക്ക് ആവും അപ്പൊ സാർ ഒരു പാട്ട് പാടും പാടി വെക്കേ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുനവ വേണം എന്തുപറ്റി സിറ്റുവേഷൻ കറക്റ്റ് ആണല്ലോ ഒരമ്മക്കട അവനെ താരാട്ട് പാടി ഉറക്കണ പാട്ടണത് ഓക്കെ കൂൾ ഡൗൺ ആ ഒരു മാല ഇളവയിൽ നേരം ഉദയ സാർ കലക്കി അഴകാന ഇടൈവെളി കാതൽ വൺസ് മോർ சற்று தொலைவின் அவள் முகம் பார்த்தேன் அன்பே தொலைந்தவன் நானே நானே നാനേ, നാനേ, നാനേ. അപ്പൊ ഇത് സാർ കലക്കും സാധനം എങ്ങനെയുണ്ട്? ഇത് ഫിക്സ് ഡ്രസ് ചേഞ്ച് ഉദയ എന്റെ ഡ്രസ് എങ്ങനെയുണ്ട് സൂപ്പർ സാർ ഇതൊക്കെ എല്ലാരും നിങ്ങളെ തന്നെ നോക്കണേ ക്രെഡിറ്റ് നിനക്കാ അത്രയ്ക്ക് അങ്ങോട്ട് വേണ ഉദയ സീനു വന്നാൻ വരൂ ഒരു പക്ഷം വന്നു നോക്കിയാ സാറിന്റെ ഡ്രസ് ഉണ്ടാവും ചമ്മില്ലേ നിന്റെ ഒരു കാര്യം പാട്ട് ഓർമ്മയില്ലേ പിന്നെ പിന്നെ ഒന്നൊരു പാടി നോക്കിയാ മുന്തിരി പാടം ഓ, എന്താ അയ്യോ അതല്ല അതല്ല സോറി ഒരു മാല അതിന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മധു മൈ ഡാർലിംഗ് താങ്ക് യു ബാബുട്ടാ. നിനക്ക് വേണ്ടി പ്രത്യേക ഓർഡർ കൊടുത്ത് ഉണ്ടാക്കിച്ചതാ ഞാൻ ബാബു സാറിനുള്ള ബഹുമാനം കാരണം കാശ് കൂടി വാങ്ങിയില്ല പാവം സോറി എന്ത് പറ്റി ഇനിയും കേക്ക് കെട്ടിയതില്ല എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണോ ഞാൻ എത്തി ഫ്രണ്ട്സ് ലെറ്റ് us start എന്തുകൊണ്ടത് സാറ് സ്റ്റാർട്ട് പറഞ്ഞതിന് മുമ്പ് കറണ്ട് പോയില്ല നമുക്കിട്ട് ആരെങ്കിലും പണിയാണോ ഓ ബ്യൂട്ടിഫുൾ ഫാന്റാസ്റ്റിക് വണ്ടർഫുൾ ഏതായാലും യൂത്ത് തന്നെ ഹാപ്പി ബർത്ത്ഡേ താങ്ക് ഒരു യു. മീറ്റിംഗ് വന്നേ ആ ഇങ്ങ് വന്നേ ഞാൻ പറയട്ടെ വാ എന്താ ആ പെണ്ണ് നിന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ പുറകെ നടക്കുന്ന വേറെ പണിയൊന്നുമില്ലേ ഞാൻ വന്ന കാര്യം അവിടെ നിൽക്കട്ടെ ബാബു സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത് മര്യാദക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക് എന്തിനാ കൈ വെക്കുന്നത് പോലീസിന്റെ അടിയുടെ ചൂട് നിനക്ക് അറിയാത്തോണ്ടാ പറഞ്ഞു അതെ കൊടുക്കണം സാർ പോലീസ് അടിയോ ഇവിടെ നമുക്കൊരു കളി കളിച്ചാലോ സംഗതി ഏറ്റ് സംഗതി ഏറ്റ്. ഇതേ പാർട്ടിയില് ഇവിടെ നിന്നെ തല്ലിക്കുന്ന കളി. എന്നെയാ എന്നെ അടിക്കാൻ ആണുങ്ങളുണ്ടോടാ നിന്നെ തന്നെ ആണുങ്ങൾ വേണോ അതിന് പെണ്ണുങ്ങൾ ആ, പോരെ പെണ്ണുങ്ങളെ കൊണ്ടാ ഈ കോൺസെപ്റ്റ് നന്നായിട്ടുണ്ട് അടിക്കാൻ പറ കാട്ടെ കാട്ടെ നിനക്ക് സംശയമുണ്ട് വാക്കുമാരി കളയരുത് നീ പെണ്ണുങ്ങളെ കൊണ്ട് പപ്പടമായി പോകും അവൻ ശരിക്കും പേടിച്ചിട്ട് ദേഷ്യപ്പെട്ട് എനിക്ക് അങ്ങനെ തോന്നണില്ല അവ സീരിയസ് ആയിട്ട് തന്നെയാ ഓ ഫോണിന്റെ ഒരു കളി ഹലോ ഹലോ രഘുറാം സാർ യെസ് സാർ ആ ഫോൺ ഉഷിക്കൊന്ന് കൊടുക്കാവോ നിങ്ങൾ ആരാണ് എന്നെ അവർക്കറിയാം ഇതാ മേഡം നിങ്ങൾക്ക് ആ, ഫോനോ ഹലോ ഹലോ മാഡം സുഖം തന്നെ അല്ലേ ആരടാ നീ പഴയ ആ സ്പീഡ് ഇപ്പോഴും ഉണ്ടല്ലേ ഏയ് എവിടെ നിന്നാടാ സംസാരിക്കുന്നത് ഇതേ പാർട്ടി തന്നെ ഉണ്ട് കാണണോ എവിടെ ഉണ്ടടാ എന്റെ ഡ്രസ് കണ്ട നിന്റെ കണ്ണടിച്ചു പോകും ഒരു ക്ലൂ വേണമെങ്കിൽ തരാം ആ, ഒരു മാലയിളവയിൽ നേരം. ഫോണൊരു ശല്യമായല്ലോ ഹലോ രഘുറാം സാർ നമസ്തേ യെസ് നമസ്തേ ആ ഫോൺ ഒന്ന് കൽപ്പന മാഡത്തിന് കൊടുക്കൂ അവരുടെ ഫോണിൽ വിളിച്ചൂടെ അവളുടെ ബാറ്ററി ലോ അത് ശരി നിങ്ങൾ ആരാ അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം അവരുടെ ബാറ്ററി ലോ സർക്കിൾ ഹൈ കൽപ്പന മേഡം ഹലോ കൽപ്പനേ നിനക്ക് സുഖമല്ലേടി ആരടാ നീ അത്ര പെട്ടെന്ന് നീ എന്നെ മറന്നോ വേണ്ടാത്ത വർത്താനം പറഞ്ഞ എന്റെ അനിയനെ കൊണ്ട് ഷൂട്ട് ചെയ്യിക്കും ഞാൻ നിന്റെ അനിയൻ എന്തിനാ എന്നെ ഷൂട്ട് ചെയ്യണേ നീ എവിടെയാടാ ഉള്ളത് ഇതേ പാർട്ടിയിലുണ്ടടി വേണമെങ്കിൽ ക്ലൂ തരാം ഒരു മാലയിളവയിൽ നേരം. കൽപ്പനേ സൈലൻസ് ഇതുവരെ മധുവിന് ഒരുപാട് പേര് ഗിഫ്റ്റ് കൊടുത്തു വിഷസ് പറഞ്ഞു പിന്നെ കുറച്ചു പേര് ബൊക്കെ കൊടുത്തു വിഷസ് പറഞ്ഞു പിന്നെ കാൻഡിൽസ് കൊടുത്തു വിഷസ് പറഞ്ഞു ഇതൊന്നുമില്ലാതെ സ്വന്തം ടാലന്റ് ഹൃദയത്തിൽ നിന്ന് വന്ന പ്രേമത്തെ പാട്ടുകളാക്കി മാറ്റി നിങ്ങളുടെ മുന്നിൽ പാടാൻ പോവുകയാണ് ഞാൻ ഒരു മാലയിളവയിൽ നേരം അഴകാന ഇടൈവെളി കാതൽ சற்று தொலைவின் அவள் முகம் பார்த்தேன் அன்பே தொலைந்தவன் நானே ഈ തെണ്ടിയാ ഫോണിൽ കൂടി ഈ പാട്ട് പാടിയത് ഏയ് നിർത്തടാ എന്തിന് പാട്ട് എന്തിനാടാ പാടിയത് ഇംപ്രസ് ചെയ്യാനല്ലേ ആരെ എന്റെ മധുവിനെ ആഹാ താൻ മധുവിനെ ഫോൺ ചെയ്തു ദിവസം ഫോൺ ചെയ്യും ആളെന്തരം നോക്കാതെ ഫോൺ ചെയ്താലുണ്ടല്ലോ നിന്റെ പല്ലടിച്ച് തെറിപ്പിക്കും ഏയ് നീ ആരാ ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായോ ഞാനാരാന്നറിയാമോ മഹിളാ സമാജം പ്രസിഡന്റാ ഞാനാരാന്നറിയാവോ DSP രാജന്റെ ചേച്ചിയാ ഞാൻ ആരാന്ന് ജീവൻ പോയാലും പറയരുത് ഇത് ഇതോടെ പോട്ടെ ഇല്ലെങ്കിൽ തൊപ്പി തെറിക്കും അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എടാ, പറഞ്ഞു ഡാ, എന്ത് വേണമെങ്കിലും പറഞ്ഞു നിന്നെ എടാ, നീ പെണ്ണിനെ കളിയാക്കരുത്. മൊത്തത്തിൽ പപ്പടച്ചെറുക്കം പറഞ്ഞ പോലെ ചെയ്തു അടിക്കാനല്ലേ?
അച്ഛാ അച്ഛാ അങ്കിൾ എന്റെ അച്ഛനെ കണ്ടോ? കണ്ടില്ലല്ലോ